Okay, welcome back to Riju and PSK Tele classes. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് മോഷൻ അണ്ടർ ഫ്രീ ഫോൾ, നെഗ്ലക്റ്റ് എയർ റെസിസ്റ്റൻസ്. മോഷൻ അണ്ടർ ഫ്രീ ഫോൾ, നെഗ്ലക്റ്റ് എയർ റെസിസ്റ്റൻസ്. അതായത് എന്താണ് ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് വെച്ചാൽ? ഫ്രീലി ഫോളിംഗ് ബോഡി, ഇപ്പം നമ്മൾ ഈ പെന്ന് ഞാൻ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യുന്നു, വിട്ടേക്കുന്നു, അപ്പം താഴോട്ടേക്ക് പോകുന്നു. എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഇത് താഴോട്ടേക്ക് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എയറിലൂടെ മൂവ് ചെയ്യുമ്പോൾ, ഒരു ബോഡി എയറിലൂടെ മൂവ് ചെയ്യാന്ന് വിചാരിച്ചു. എയറിലൂടെ മൂവ് ചെയ്യുമ്പോൾ എന്താണ് എയർ റെസിസ്റ്റൻസ്? എയർ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റിനെ എയർ ഒപ്പോസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ എയറിൻ്റെ ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടാവും, എയറിൻ്റെ ഒരു ഒപ്പോസിഷൻ ഉണ്ടാവും ഒബ്ജക്റ്റിൻ്റെ മുകളിൽ. ഓക്കെ, ദാറ്റ് ഒപ്പോസിങ് ഫോഴ്സ് ഈസ് കോൾഡ് എയർ റെസിസ്റ്റൻസ്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എയറിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക്. ഒബ്ജക്റ്റ് താഴോട്ടാണ് വരുന്നതെങ്കിൽ എയർ റെസിസ്റ്റൻസ് മുകളിലേക്കായിരിക്കും. ഒബ്ജക്റ്റ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ എയർ റെസിസ്റ്റൻസ് താഴോട്ടായിരിക്കും. എന്നാലും ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റിനെ എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. അതിനാണ് എയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ തൽക്കാലം നമ്മൾ എയർ റെസിസ്റ്റൻസ് നെഗ്ലക്റ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ എയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവം ഇല്ല എന്ന് വിചാരിക്കുക. എയർ റെസിസ്റ്റൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഫ്രീ ഫോൾ, ഒരു ഒബ്ജക്റ്റ് ഇവിടുന്ന് എയർ റെസിസ്റ്റൻസ് ഇല്ലേ, അങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ഫ്രീ ആയിട്ട് ഇങ്ങനെ താഴോട്ട് വരുന്നു. ഇവിടുന്ന് ഈ പെന്നങ്ങ് വിട്ടേക്കുക. പെന്ന് വിട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ഫ്രീ ഫോൾ. കാരണം പെന്നിനെ നമ്മളൊരു ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറയാം. ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം, എയർ റെസിസ്റ്റൻസ് ഇല്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഇതിങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ വരുന്നു. അങ്ങനെയുള്ള ബോഡീനെയാണ്, അങ്ങനെ ബോഡി ഇങ്ങനെ താഴോട്ട് വരികയാണെങ്കിൽ അത്തരം ബോഡീനെയാണ് നമ്മൾ ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറയുക. ഫ്രീലി ഫോളിംഗ് ബോഡി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കേസിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യം നോക്കൂ. ഒരൊബ്ജക്റ്റിനെ നിങ്ങൾ വെർട്ടിക്കലി അപ്വേർഡ് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്തു. നിങ്ങൾ ഒരു ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്തു, നേരെ മുകളിലേക്ക് എറിഞ്ഞു. വെർട്ടിക്കലി അപ്വേർഡ്, നേരെ മുകളിലേക്ക് ഒബ്ജക്റ്റിനെ നമ്മൾ എറിഞ്ഞു. മുകളിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? മുകളിലേക്ക് പോകുമ്പോൾ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഈ ഒബ്ജക്റ്റിനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു, നമ്മളതിനെ വിട്ടു. അപ്പോഴുള്ള അതിൻ്റെ വെലോസിറ്റിൻ്റെ പേരാണ് ഇനീഷ്യൽ വെലോസിറ്റി. മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇതിൻ്റെ വെലോസിറ്റി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്ത വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരുന്നല്ല, വെലോസിറ്റി ഒരേപോലെ ഇങ്ങനെ കുറഞ്ഞു വരും. എന്തുകൊണ്ടാണ് കുറഞ്ഞു വരുന്നത്? കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടേക്കല്ലേ. ഫോഴ്സ് താഴോട്ടായതുകൊണ്ട് ഈ വെലോസിറ്റി ഇങ്ങനെ ഒരേപോലെ കുറഞ്ഞു വരും. വെലോസിറ്റി ഒരേപോലെ കുറയുന്നതിൻ്റെ അർത്ഥം എന്താ? വെലോസിറ്റി ഒരേപോലെ ചേഞ്ച് ചെയ്യുമ്പോൾ എന്നർത്ഥം യൂണിഫോം ആക്സലറേഷൻ എന്ന് വെച്ചാൽ ആക്സലറേഷൻ ഉണ്ടാവണമെങ്കിൽ വെലോസിറ്റി എന്താവണം? ചേഞ്ച് ആവണം. വെലോസിറ്റി ചേഞ്ച് ആയാൽ ആക്സലറേഷൻ ഉണ്ടാവും. യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഒരേപോലെ ഒരേപോലെ വെലോസിറ്റി ഇങ്ങനെ ചേഞ്ച് ആവണം. അപ്പോൾ വെലോസിറ്റി ഒരേപോലെ കുറഞ്ഞു വരും. വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരും, ഒരേപോലെ യൂണിഫോം ആയിട്ട് ഇങ്ങനെ കുറഞ്ഞു വരും. വെലോസിറ്റി ഒരേപോലെ കുറയുന്നതുകൊണ്ട് യൂണിഫോം യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. അപ്പോൾ ആക്സലറേഷൻ ഉണ്ട്. വെലോസിറ്റി ഒരേപോലെ കുറഞ്ഞു വരുന്നതുകൊണ്ട് യൂണിഫോം ആക്സലറേഷൻ. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞ് ഏറ്റവും ടോപ്പ് പോയിന്റിലെത്തിയാൽ ഏറ്റവും ടോപ്പിലെത്തിയാൽ അത് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ആവും അല്ലേ? റെസ്റ്റ് ആയാൽ വെലോസിറ്റി എത്രയാണ്? 0. അപ്പോൾ വെലോസിറ്റി ഇങ്ങനെ ഒരേപോലെ കുറഞ്ഞ് വെലോസിറ്റി 0 ആവും. ഓക്കെ, ഇനി താഴോട്ടേക്ക് വരുമ്പോൾ ഇതിനെ നേരെ റിവേഴ്സ് സംഭവിക്കും. വെലോസിറ്റി
അതേപോലെ കൂടി വരും. കാരണം ഫോഴ്സ് താഴോട്ടേക്കായതുകൊണ്ട് വെലോസിറ്റി ഇങ്ങനെ കൂടി വരിക, ഇൻക്രീസ് ചെയ്ത് വരും. താഴോട്ടേക്ക് വരുമ്പോൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് ഏറ്റവും താഴെ എത്തൂലേ? താഴെ എത്തുമ്പോൾ ഇവിടുന്ന് എത്ര വെലോസിറ്റിയിലാണോ പുറപ്പെട്ടത് അങ്ങോട്ടേക്ക് പോയ അതേ വെലോസിറ്റി തന്നെ തിരിച്ചു വരും. എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ മുകളിലേക്ക് പോകുമ്പോഴുള്ള വെലോസിറ്റി ആയിരിക്കും ഈ പോയിന്റിൽ താഴോട്ടേക്ക് വരുമ്പോഴുള്ള വെലോസിറ്റി. ഓരോ പോയിന്റിലും ഓരോ വെലോസിറ്റി ആയിരിക്കും. വെലോസിറ്റി ഇങ്ങനെ കുറയല്ലേ, കുറഞ്ഞ് വെലോസിറ്റി കുറഞ്ഞ് ഈ പോയിന്റിൽ ഒരു വെലോസിറ്റി ഉണ്ടാവും. ഈ പോയിന്റിലുള്ള വെലോസിറ്റി ആയിരിക്കില്ല ഈ പോയിന്റിൽ. ഇവിടുന്ന് ആടെ എത്തുമ്പോഴത്തേക്ക് വെലോസിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഓരോ പോയിന്റിലും ഓരോ വെലോസിറ്റി ആയിരിക്കും. ഇനി ഇവിടുന്ന് അപ്വേർഡ് മോഷനിൽ വെലോസിറ്റി എത്രയാണോ, ഈ പോയിന്റിലുള്ള വെലോസിറ്റി എത്രയാണോ ഇനി നേരെയുള്ള അതേ പോയിന്റിലെത്തുമ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ സ്പീഡ് എത്രയാണോ, വെലോസിറ്റി എന്ന് പറയുന്നത് കാരണം ഡയറക്ഷൻ മാറിയിട്ടുണ്ട്, അതുകൊണ്ട് വെലോസിറ്റി എന്ന് പറയുന്നത് സ്പീഡ് എന്ന് പറയാം. മുകളിലേക്ക് പോകുമ്പോൾ സ്പീഡ് എത്രയാണോ അതേ സ്പീഡ് തന്നെയായിരിക്കും താഴോട്ടേക്ക് വരുമ്പോൾ. അതേ പോയിന്റിലെത്തുമ്പോൾ മുകളിലേക്ക് എത്രയാണോ സ്പീഡ് അത് തന്നെയായിരിക്കും താഴോട്ട് വരുമ്പോഴുള്ള സ്പീഡ്. അതേപോലെ സ്റ്റാർട്ടിങ്ങിലുള്ള സ്പീഡ് എത്രയാണോ അത് തന്നെയായിരിക്കും തിരിച്ചു വരുമ്പോൾ ഇവിടെ എത്തുമ്പോഴുള്ള സ്പീഡ്. ഇഫ് വി നെഗ്ലക്റ്റ് എയർ റെസിസ്റ്റൻസിനെ ഒഴിവാക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. അപ്പോൾ ബോഡി ഭൂമിൻ്റെ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അണ്ടറിൽ എഫക്റ്റിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുക. ഇങ്ങനെയുള്ള ബോഡിനെ നമ്മൾ ഫ്രീലി ഫോളിങ് ബോഡി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കും. ഈ കേസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇപ്പം അപ്വേർഡ് ഡയറക്ഷനിൽ ഫസ്റ്റ് എളുപ്പത്തിൽ പറയാൻ വേണ്ടി പറയാണ്, ഇനീഷ്യൽ വെലോസിറ്റി ഒരു 19.6 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കും. ഇനീഷ്യൽ വെലോസിറ്റി 19.6 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അപ്വേർഡ് മോഷനിൽ എന്താ മക്കളെ സംഭവിക്കുന്നത്? അപ്വേർഡ് മോഷനിൽ വെലോസിറ്റി എന്തായി വരികയാണ്? കുറഞ്ഞു വരികയാണ്, ഡിക്രീസ് ചെയ്ത് വരിക അല്ലേ? വെലോസിറ്റി ഒരേപോലെ യൂണിഫോം ആയിട്ട് ഒരേപോലെ വെലോസിറ്റി എന്തായി വരും? കുറഞ്ഞു വരും. അപ്വേർഡ് മോഷൻ മാത്രം നമുക്കിപ്പോൾ നോക്കാം. അപ്വേർഡ് മോഷനിൽ വെലോസിറ്റി യൂണിഫോം ആയിട്ട് ഒരേപോലെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 19.6 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡ് കഴിഞ്ഞാൽ അത് അങ്ങനെയേ സംഭവിക്കൂ. ഒരു ഒബ്ജക്റ്റ്, അത് ഏത് ഒബ്ജക്റ്റ് ആയാലും, അത് ചെറിയ ഒബ്ജക്റ്റ് ആയാലും വലിയ ഒബ്ജക്റ്റ് ആയാലും അതിൻ്റെ മാസമൊന്നും ഇവിടെ വിഷയമല്ല. ലൈറ്റ് ബോഡി ആയാലും ഹെവി ബോഡി ആയാലും ഒന്നും വിഷയമല്ല. എങ്ങനെയുള്ള ഒബ്ജക്റ്റ് ആയാലും എയർ റെസിസ്റ്റൻസ് നെഗ്ലക്റ്റ് ചെയ്യണേ. എയർ റെസിസ്റ്റൻസ് നെഗ്ലക്റ്റ് ചെയ്യുക. പിന്നെ മാസമൊന്നും വിഷയമല്ല, മാസം എന്തായാലും വിഷയമല്ല. നിങ്ങൾ 19.6 വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയും വെർട്ടിക്കലി അപ്വേർഡ് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡ് കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി കുറയുമല്ലോ. വെലോസിറ്റി സംഭവിക്കുക ഇപ്പോൾ എത്രയാ? 19.6 അല്ലേ? ഇതിൻ്റെ അകത്തുനിന്ന് വെലോസിറ്റി കുറയണം, അപ്വേർഡ് മോഷനിൽ കുറയണം. 19.6 ഇതിൽ നിന്ന് 9.8 കുറയും. 19.6 9.8 കുറഞ്ഞാൽ ബാക്കി 9.8 ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലെത്തുമ്പോൾ വെലോസിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടാവും. 19.6 ഇതിൻ്റെ നേരെ പകുതിയാണിത്. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് എത്ര കുറഞ്ഞു? ഇതിൽ നിന്ന് 9.8 കുറഞ്ഞിട്ട് 9.8 ആയി. ഇനി മുകളിലേക്ക് 1 സെക്കൻഡ്. അപ്പോൾ 1 സെക്കൻഡിൽ എത്ര കുറഞ്ഞു? 1 സെക്കൻഡിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് കുറഞ്ഞു. വെലോസിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് കുറഞ്ഞു. വെലോസിറ്റി 9.8 കുറഞ്ഞു. 1 സെക്കൻഡിൽ 9.8 കുറയും. അടുത്ത 1 സെക്കൻഡിൽ, ടൈം 1 സെക്കൻഡ് തന്നെ, അടുത്ത 1 സെക്കൻഡിൽ വീണ്ടും 9.8 കുറയും. വീണ്ടും 9.8 കുറയും. ഇപ്പോൾ എത്രയാണുള്ളത്? 9.8. ഈ 9.8ൽ നിന്ന് 9.8 കുറയും. അപ്പോൾ 9.8ൽ നിന്ന് 9.8 കുറഞ്ഞാൽ വെലോസിറ്റി എന്താവും? 0 ആവും. ഇങ്ങനെ സംഭവിക്കും അപ്വേർഡ് മോഷനിൽ. എന്ന് വെച്ചാൽ ഓരോ 1 സെക്കൻഡിലും എത്ര വെച്ച് കുറയും? 9.8 മീറ്റർ പെർ സെക്കൻഡ്. 9.8 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി എന്തായി വരും? കുറഞ്ഞു വരും ഡ്യൂറിങ് അപ്വേർഡ് മോഷൻ. ഓക്കെ, 9.8 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കുറഞ്ഞു വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആക്സലറേഷൻ കാണുകയാണെങ്കിൽ ആക്സലറേഷൻ ഈക്വൽ ടു v - u/t എന്നല്ല മക്കളെ പഠിച്ചേ. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് മേലോട്ടല്ലേ പോകുന്നത്? ഇത് u, ഈ മൂവ്മെൻറ്റ് കൺസിഡർ ചെയ്യും. ഈ മൂവ്മെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് u, ഇത് v. ഇവിടെ മുതൽ ആടെ വരികയാകുമ്പോൾ ഇത് u, ഇത് v. അങ്ങനല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഒരു കേസ് എടുക്കൂ. ഇവിടെ മുതൽ ഇവിടെ വരെ v - u/t. v എത്രയാണ്? 9.8. ഇത് v, ഇത് u ആണ്. ആ രൂപത്തിലാണ് എടുക്കുന്നത്. ടൈം അപ്പോൾ ഇതും എടുക്കുമ്പോൾ ടൈം 1 ആണ്. v 9.8,
മൈനസ് യു 19.6 ബൈ ടൈം എത്രയാണ്? ഇത് രണ്ടും എടുക്കുമ്പോൾ ടൈം 1 ആണ്. അപ്പോൾ ഇത് കിട്ടുക -9.8 വരിക. ഇത് മൈനസ് ചെയ്താൽ -9.8 വരിക. ആക്സലറേഷൻ ബൈ 1 ആണ്. അതുകൊണ്ട് m/s² ആക്സലറേഷൻ ഇങ്ങനെ വരും. -9.8 m/s² ആക്സലറേഷൻ വരും. അടുത്ത കേസിൽ നിങ്ങൾ കണ്ടോ, ഈ കേസിൽ ടൈം 1 തന്നെ ആക്സലറേഷൻ v-u/t എടുത്താൽ ഇതാണ് ഇവിടെ മുതൽ ഇവിടെ വരെ. അപ്പോൾ ഇത് v ഇവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് u ഇത് v ഇത് v അങ്ങനെയാണ്. ഓക്കെ, v0 മൈനസ് u ഇത് 9.8 ബൈ ടൈം 1 അഗെയിൻ കണ്ടോ -9.8 m/s² ആക്സലറേഷൻ. അപ്പോൾ മക്കൾക്ക് മനസ്സിലായെന്നാ, അതായത് ആക്സലറേഷൻ -9.8, ഈ ആക്സലറേഷൻ മൈനസ് എല്ലാം ഇപ്പോഴും സെയിം അല്ലേ? സെയിം ആണെങ്കിൽ അർത്ഥം എന്നാൽ യൂണിഫോം. അപ്പോൾ ആര് യൂണിഫോം? വെലോസിറ്റി യൂണിഫോം എന്ന് പറയുന്നത്. വെലോസിറ്റി ഇങ്ങനെ ചേഞ്ച് ആകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും വെലോസിറ്റി എത്ര വെച്ച് കുറയുന്നത്? വെലോസിറ്റി 9.8 വെച്ച് ഇങ്ങനെ കുറയും. അപ്വേർഡ് മോഷനിൽ, വെർട്ടിക്കലി അപ്വേർഡ് മോഷനിൽ 9.8 വെച്ച് ഇങ്ങനെ കുറയും. അപ്പോൾ ആക്സലറേഷൻ എത്രയാണ്? -9. അപ്പോൾ ആക്സലറേഷൻ ഇവിടെ മുതൽ ഇവിടെ വരെ ആയാലും ഇവിടെ മുതൽ ഇവിടെ വരെ ആയാലും ഈ കേസിലെല്ലാം ആക്സലറേഷൻ എത്ര തന്നെയാണ്? -9.8 തന്നെയാണ്. അല്ല, ഇപ്പോൾ സെയിമാണ്. ആക്സലറേഷൻ സെയിമാണ് മീൻസ് യൂണിഫോം. ആര് യൂണിഫോം? ആക്സലറേഷൻ യൂണിഫോം. ആക്സലറേഷനാണ് സെയിം, കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആക്സലറേഷൻ യൂണിഫോം. അപ്പോൾ അപ്വേർഡ് മോഷനിലെ ആക്സലറേഷൻ -9.8 മനസ്സിൽ വെച്ചോ, -9.8. ഇനി നിങ്ങൾ ഡൗൺവേർഡ് മോഷൻ വിചാരിക്കും. ഡൗൺവേർഡ് മോഷനിൽ ഇതിൻ്റെ നേരെ റിവേഴ്സ് നടക്കും. ഡൗൺവേർഡ് മോഷനിൽ അപ്പോൾ ഇങ്ങനെ വരിക. ഡൗൺവേർഡ് മോഷനാണേ. അപ്പോൾ ഡൗൺവേർഡ് മോഷൻ മാത്രം നോക്കും. അപ്പോൾ താഴോട്ട് വരുമ്പോൾ ഇത് ഇനീഷ്യൽ, ഇത് ഫൈനൽ, അങ്ങനെ വരും. അപ്പോൾ 1 സെക്കൻഡ് കഴിഞ്ഞാൽ എന്താവും? താഴോട്ടേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? വെലോസിറ്റി എന്താ വരും? കൂടിക്കൂടി വരും. വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്ത് അപ്പോൾ വെലോസിറ്റി ഇവിടെ എത്തുമ്പോൾ എത്രയാവും? ഇതിനെ നേരെ ഇവിടെ എത്തുമ്പോൾ ഞാൻ എത്രയാണെന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 9.8 m/s ആവും. ഇവിടെ എത്തുമ്പോൾ ഇതിനെ നേരെ എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ എത്ര കൂടി? 1 സെക്കൻഡിൽ 9.8 ഇൻക്രീസ് ചെയ്യും. അടുത്തൊരു സെക്കൻഡിൽ ഇതിൻ്റെ കൂടെ 9.8ൻ്റെ കൂടെ വീണ്ടും 9.8 ഇൻക്രീസ് ആവട്ട് വരുമ്പോൾ ഇൻക്രീസ് ആവുക ചെയ്യുക. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ ഇതിനെ നേരെ ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ കൂടെ 9.8ൻ്റെ കൂടെ 9.8 ഇൻക്രീസ് ചെയ്തിട്ട് 19.6 ആവും m/s ആവും. വെലോസിറ്റി ഇങ്ങനെയാവും അടുത്ത 1 സെക്കൻഡിൽ. പക്ഷേ ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കുറച്ച് മുമ്പ് പറഞ്ഞാണ്, സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലേ? വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 9.8. വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് 9.8 ആണ്. ഇവിടെ 19.6 മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യും. 9.8 എന്നുള്ളത് 19.6 ആവും. മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ആയി, 9.8 19.6 ആയി. മാഗ്നിറ്റ്യൂഡ് താഴോട്ട് വരുന്നതിനനുസരിച്ച് കൂടി വരും. ഓക്കെ, പക്ഷേ വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലേ? വെക്റ്റർ ക്വാണ്ടിറ്റി ഞാൻ സ്ട്രെയിറ്റ് ലൈൻ മോഷനിലാണെന്ന് പറഞ്ഞത്. സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ നമ്മൾ മുമ്പൊരു കാര്യം പറഞ്ഞിന്, അങ്ങോട്ടേക്കുള്ള വെലോസിറ്റി 5 m/s ആണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഡയറക്ഷൻ മാറി, ഡയറക്ഷൻ റിവേഴ്സായി. അപ്പോൾ വെലോസിറ്റി എഴുതുമ്പോൾ -5 m/s എന്ന് എഴുതണം. ഈ മൈനസിൻ്റെ മീനിങ് എന്തായിരുന്നു? നമ്മൾ പഠിച്ചെങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ ഡയറക്ഷൻ നേരെ റിവേഴ്സ് ആകുമ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റീൻ്റെ ആണ്, വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ വെക്റ്റർ ക്വാണ്ടിറ്റീൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇതും 5 തന്നെയാണ്. ഈ മൈനസിന് ഒരർത്ഥമേ ഉള്ളൂ. മൈനസിൻ്റെ അർത്ഥം ഡയറക്ഷൻ നേരെ റിവേഴ്സായി എന്നാണ്. വെക്റ്റർ ക്വാണ്ടിറ്റീൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ആയാൽ, ആദ്യത്തതിന് നേരെ റിവേഴ്സ് ആയാൽ മൈനസ് വേണം എന്ന് വെച്ചാൽ ഇവിടെ മുകളിലേക്കാണ് പോയത്, ഇവിടെ താഴോട്ടാണ് വന്നത്. അപ്പോൾ ഡയറക്ഷൻ നേരെ റിവേഴ്സ് ആയില്ലേ? അപ്പോൾ ഇത് -9.8 എടുക്കും. മുകളിലേക്ക് പോകുമ്പോൾ 9.8, താഴോട്ട് വരുമ്പോൾ -9.8. ഇത് മുകളിലേക്ക് പോകുമ്പോൾ 19.6, താഴോട്ടേക്ക് വരുമ്പോൾ -19.6 എടുക്കണം. മുകളിലേക്ക് പോകുമ്പോൾ 19.6, താഴോട്ട് വരുമ്പോൾ ഇങ്ങനെ എടുക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഡൗൺവേർഡ് മോഷൻ മാത്രം നോക്കുങ്ങൾ. അപ്വേർഡ് മോഷനിൽ നമ്മൾ നേരത്തെ കണ്ടേ. അപ്പോൾ ഈ നെഗറ്റീവ് എന്തിനാ ഇട്ടത്? നെഗറ്റീവ് ഇട്ടത് വെലോസിറ്റി ഒരു ഇത്രയാണല്ലോ, വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്.
വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റീൻ്റെ സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ ഇത് സ്ട്രെയിറ്റ് ആയിട്ടാണല്ലോ പോകുന്നത്, അപ്വേർഡും ഡൗൺവേർഡും. സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ വെക്റ്റർ ക്വാണ്ടിറ്റീൻ്റെ ഡയറക്ഷൻ നേരെ റിവേഴ്സ് ആയാൽ, ഡയറക്ഷൻ മാറി എന്ന് കാണിക്കാൻ, നെഗറ്റീവിൻ്റെ അർത്ഥം ഡയറക്ഷൻ റിവേഴ്സായി എന്നാണ്. ഡയറക്ഷൻ നേരെ റിവേഴ്സായി, അപ്പം നെഗറ്റീവിൻ്റെ അർത്ഥം മീനിങ് അതാണ്. ഓക്കെ, അങ്ങനെ നേരത്തെ നമ്മൾ ഇങ്ങനെ കണ്ടു. അപ്വേർഡ് മോഷനിൽ മുകളിലേക്ക് പോകുമ്പോൾ അപ്വേർഡ് മോഷനിൽ ആക്സലറേഷൻ എത്രയും കണ്ടേ, ആക്സലറേഷൻ -9.8 m/s² കണ്ടേ ആക്സലറേഷൻ അപ്വേർഡ് മോഷനിൽ. ഇനി ഡൗൺവേർഡ് മോഷനിൽ നോക്കാം. ഇത് ടൈം 1 സെക്കൻഡ് അല്ലേ, 1 സെക്കൻഡ് കൊണ്ടല്ലേ ഇങ്ങനെയാകുന്നത്. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ ഈക്വൽ v - u/t കണ്ടാൽ ഇപ്പോൾ ഡൗൺവേർഡ് മോഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെ, ഇത് മുതൽ ഇത്. അപ്പോൾ ഇതാ സ്റ്റാർട്ടിങ്, ഇത് ഫൈനൽ, ടൈം 1 ഇത് മുതൽ വരെ. അപ്പോൾ ഇത് u, ഇത് v, ഇത് u, ഇത് v. അപ്പോൾ u ആണ് u0. അപ്വേർഡ് മോഷനിലുള്ള v ആണ് ഡൗൺവേർഡ് മോഷനിലുള്ള ഇവിടുത്തെ u. അപ്വേർഡ് മോഷൻ്റെ v ആണ് ഡൗൺവേർഡ് മോഷൻ്റെ u. സ്റ്റാർട്ടിങ് u0, ഇത് 0, ഇത് u ആയിട്ട് എടുക്കുക, ഇത് v ആയിട്ട് എടുക്കുക. v എത്രയാണ് -9.8 -9.8 മൈനസ് ഇത് u0 ബൈ ടൈം 1 ആണ്. അപ്പോൾ എത്രയാണ് -9.8 കണ്ടോ, m/s² ആണ് ആക്സലറേഷൻ. എന്ന് വെച്ചാൽ അപ്വേർഡ് മോഷനിൽ ആക്സലറേഷൻ -9.8 ആണ്, ആക്സലറേഷൻ -9.8. ഡൗൺവേർഡ് മോഷനിലും ആക്സലറേഷൻ -9.8 ആണ്. എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് വെർട്ടിക്കലായിട്ട് അപ്വേർഡായിട്ടും ഡൗൺവേർഡായിട്ടും മൂവ് ചെയ്യുമ്പോൾ ആക്സലറേഷൻ, ആ ഒബ്ജക്റ്റിൻ്റെ ആക്സലറേഷൻ, വെലോസിറ്റി ഇങ്ങനെ യൂണിഫോം ആയിട്ട് എന്താവുന്നു, ചേഞ്ച് ആകുന്നു. വെലോസിറ്റി ഇങ്ങനെ ചേഞ്ച് ആവും. അപ്വേർഡ് മോഷനിൽ വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അപ്വേർഡ് മോഷനിൽ വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വരും, ഡൗൺവേർഡ് മോഷനിൽ വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടി വരും. ഈ നെഗറ്റീവിൻ്റെ അർത്ഥം ഡയറക്ഷൻ മാറിയെന്നാണ്, നേരെ ഡയറക്ഷൻ മാറിയെന്ന്. വെക്റ്റർ ക്വാണ്ടിറ്റി ഡയറക്ഷൻ മാറിയുകൊണ്ടാണ് നെഗറ്റീവ് ഇട്ടത്. വെലോസിറ്റി വെക്റ്ററാണ്. അപ്പോൾ ആക്സലറേഷൻ ത്രൂ ഔട്ട്, അത് അപ്വേർഡ് ആയാലും ഡൗൺവേർഡ് ആയാലും ആക്സലറേഷൻ ത്രൂ ഔട്ട് -9.8 ആണ്. അപ്വേർഡ് മോഷനിൽ -9.8 ആണ്, ഡൗൺവേർഡ് മോഷനിലും ആക്സലറേഷൻ -9.8 ആണ്. ഓക്കെ, ഇനി ഈ മൈനസിൻ്റെ മീനിങ് ഇവിടെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. നിങ്ങൾക്ക് ഒരു എളുപ്പത്തിൽ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ പറയാം. ആക്സലറേഷൻ നെഗറ്റീവ് അല്ലേ, ആക്സലറേഷൻ നെഗറ്റീവിൻ്റെ മീനിങ്, ഇപ്പം നിങ്ങൾ ഈ ഒബ്ജക്റ്റ് മുകളിലേക്ക് പോയാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അങ്ങോട്ട്, ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടല്ലേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടാണ്. ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡൗൺവേർഡാണ്. ഇനി ഒബ്ജക്റ്റ് മുകളിൽ പോയിട്ട് ഡൗൺവേർഡ് വരികയാണ്, ഇത് താഴോട്ട് വരികയാണേ, ഡൗൺവേർഡേക്ക് വരിക. താഴേക്ക് വരുമ്പോഴും ഫോഴ്സ് എങ്ങോട്ടാ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും ഡൗൺവേർഡ് അല്ലേ, ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പോസിറ്റീവ് y ആക്സിസ് ഇറക്കി, ഇത് പോസിറ്റീവ് y ആക്സിസ്. അപ്പോൾ താഴോട്ടേക്കോ നെഗറ്റീവ് y ആക്സിസ്, പോസിറ്റീവ് y ആക്സിസ് നെഗറ്റീവ് y, ഇത് ഒറിജിനായിട്ട് എടുക്കും. ഇവിടുന്ന് പോസിറ്റീവ് y ആക്സിസ് നെഗറ്റീവ് y ആക്സിസ്. അപ്പോൾ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും ടുവേർഡ്സ് എർത്തല്ലേ, എർത്തിലേക്കല്ലേ, എർത്തിൻ്റെ സെൻറ്ററിലേക്കാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ അത് ഒബ്ജക്റ്റ് മുകളിലേക്ക് പോയാലും ഒബ്ജക്റ്റ് താഴോട്ടേക്ക് വന്നാലും, ഈ ഒബ്ജക്റ്റ് താഴോട്ടേക്ക് വന്നാലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും ഡൗൺവേർഡാണ്, കാരണം എലോങ് നെഗറ്റീവ് y ആക്സാണ്. നിങ്ങൾക്ക് അടുത്തതിൻ്റെ അടുത്ത ചാപ്റ്ററിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതുമാണ് ഈ ഇക്വേഷൻ, F=ma എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. F=ma, m മാസ്, a ആക്സലറേഷൻ. നിങ്ങൾക്ക് പഠിക്കും ഈ വർഷം തന്നെ. ഇത് വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നെക്സ്റ്റ് ചാപ്റ്ററും കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഇക്വേഷൻ. ഇതെങ്ങനെ കിട്ടിയെന്നൊക്കെ നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട്. എങ്കിൽ ഞാൻ ചെറിയ കാര്യം പറയാൻ വേണ്ടിയാണ്. F=ma. മക്കൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോളൂ, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും ആക്സലറേഷൻ്റെ ഡയറക്ഷൻ. ആക്സലറേഷൻ വിൽ ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും ആക്സലറേഷൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാണ്, ഫോഴ്സ് എപ്പോഴും താഴോട്ടല്ലേ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും താഴോട്ടല്ലേ, ഒബ്ജക്റ്റ് മുകളിലേക്ക് പോയാലും ഒബ്ജക്റ്റ് താഴോട്ട് വന്നാലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും താഴോട്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് y ആക്സിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ താഴോട്ട്, ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് ആക്സലറേഷൻ്റെ ഡയറക്ഷൻ. പറഞ്ഞില്ലേ, ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് ആക്സലറേഷൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാ, ഡൗൺവേർഡ്. അപ്പോൾ ആക്സലറേഷൻ ഡൗൺവേർഡ്. ഈ ഫോഴ്സും ഡൗൺവേർഡ്, അപ്പോൾ ആക്സലറേഷൻ ഡൗൺവേർഡ്. ഈ പോയിന്റ് മനസ്സിൽ ഉറപ്പിച്ചോളെ. ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് ആക്സലറേഷൻ്റെ ഡയറക്ഷൻ. ഫോഴ്സിൻ്റെ ഡയറക്ഷനിലാണ് എപ്പോഴും ആക്സലറേഷൻ ഉണ്ടാവുക.
അപ്പോൾ ഫോഴ്സ് എപ്പോഴും ഡൗൺവേർഡാണ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും ഡൗൺവേർഡാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആക്സലറേഷൻ എപ്പോഴും ഡൗൺവേർഡാണ്. എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് അപ്വേർഡ് പോയാലും ഒബ്ജക്റ്റ് ഡൗൺവേർഡ് വന്നാലും ആക്സലറേഷൻ എപ്പോഴും എങ്ങോട്ടാണ്? ഡൗൺവേർഡാണ്. ആക്സലറേഷൻ എപ്പോഴും ഡൗൺവേർഡാണ്. ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ട്? നെഗറ്റീവ് വൈ ആക്സിസ്. അപ്പോൾ ആക്സലറേഷൻ നമുക്ക് കിട്ടിയത് -9.8 അല്ലേ? ആക്സലറേഷൻ കിട്ടിയിരിക്കുന്നത് -9.8 അല്ലേ? അത് അപ്വേർഡ് ആയാലും ഡൗൺവേർഡ് ആയാലും ആക്സലറേഷൻ എത്രയാണ്? -9.8 ആണ്. ഈ മൈനസിൻ്റെ മീനിങ് ആക്സലറേഷൻ -9.8 m/s² എന്നല്ലേ കിട്ടിയത്. ഈ മൈനസിൻ്റെ മീനിങ് ആക്സലറേഷൻ എങ്ങോട്ടാണ് മക്കളെ? ആക്സലറേഷൻ എങ്ങോട്ടാണ്? ഡൗൺവേർഡാണ്. എന്നാൽ നെഗറ്റീവ് വൈ ആക്സിൽ. ആക്സലറേഷൻ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലേ? ആക്സലറേഷൻ എങ്ങോട്ടാണ്? ഡൗൺവേർഡാണ്. നെഗറ്റീവ് വൈ ആക്സിസിലാണ് ആര്? ആക്സലറേഷൻ. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് 9.8 ആണ്. ആക്സലറേഷൻ നെഗറ്റീവ് വൈ ആക്സിസിലാണ്. അങ്ങനെയാണ് അത് -9.8 ആകുന്നത്. ഓക്കെ, നെഗറ്റീവ് വൈ ആക്സിലായതുകൊണ്ടാണ് മൈനസ് ഡയറക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ആക്സലറേഷൻ -9.8 m/s². ഇതിന് നമ്മൾ ഈ ആക്സലറേഷനെ നമ്മൾ -g എന്ന് വിളിക്കും. ജീൻ്റെ വാല്യൂ ആണ് 9.8. ജീൻ്റെ പേര് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ആക്സലറേഷൻ -g ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് അപ്വേർഡ് മൂവ് ചെയ്താലും ഒബ്ജക്റ്റ് ഡൗൺവേർഡ് മൂവ് ചെയ്താലും ആക്സലറേഷൻ എത്രയാണ്? -9.8 ആണ്. പിന്നെ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടാണ്? എപ്പോഴും എലോങ് നെഗറ്റീവ് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് എർത്തിലേക്കായിരിക്കും. കാരണം ഫോഴ്സിൻ്റെ ഡയറക്ഷനിലാണ് ആക്സലറേഷൻ ഉണ്ടാവും. അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഡൗൺവേർഡ് മൂവ് ചെയ്യുമ്പോഴും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ആക്സലറേഷൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും ആക്സലറേഷൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ആക്സലറേഷൻ എപ്പോഴും ഡൗൺവേർഡാണ്. അതുകൊണ്ടാണ് -1. ഇത് നമ്മൾ -g എന്ന് എഴുതും. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. അതായത് ഒബ്ജക്റ്റിന് അപ്വേർഡ് ഒരു ബോൾ എടുത്തു, വെർട്ടിക്കലി അപ്വേർഡ് പ്രൊജക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ബോൾ ഫ്രീ ആയിട്ട് താഴോട്ടേക്ക് മൂവ് ചെയ്യുന്നു. ആ കേസിലൊക്കെ മക്കളെ ആക്സലറേഷൻ എടുക്കേണ്ട എത്രയാണ്? -g ആണ്. ഇനി ജീൻ്റെ വാല്യൂ എത്രയാണ്? 9.8 ആണ്. മൈനസ് എന്താണ്? ആക്സലറേഷൻ എപ്പോഴും നെഗറ്റീവ് വൈ ആക്സിസിൽ ഡൗൺവേർഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്നു, ഒരു ഒബ്ജക്റ്റിനെ അപ്വേർഡ് പ്രൊജക്റ്റ് ചെയ്തു. ആക്സലറേഷൻ ഡിക്രീസ് ചെയ്യും എന്ന് പറയരുതേ. അപ്വേർഡ് പ്രൊജക്റ്റ് ചെയ്താൽ വെലോസിറ്റി യൂണിഫോമായി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. എല്ലാ പോയിന്റിലും ഏത് പോയിന്റ് എടുത്താലും ഈ പോയിന്റ് ഓരോ പോയിന്റിൽ പോകുമ്പോഴും വെലോസിറ്റി ഇങ്ങനെ ഇവിടെ V1, ഇവിടെ V2, ഇവിടെ V3 വെലോസിറ്റി മുകളിലേക്ക് പോകുമ്പോൾ വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരും. ഓരോ പോയിന്റിലും ഓരോ വെലോസിറ്റി ആയിരിക്കും. വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരും. താഴോട്ട് വരുമ്പോൾ നേരെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ കൂടി വരും. പക്ഷേ എല്ലാ പോയിന്റിലും ഏത് പോയിന്റ് ആയാലും ആക്സലറേഷൻ എത്രയാണ്? -9.8 ആണ്. ആക്സലറേഷൻ എപ്പോഴും -9.8. അത് അപ്വേർഡ് മോഷനിലും ഡൗൺവേർഡ് മോഷനിലും ആക്സലറേഷൻ കൂടും കുറയും എന്ന് പറയരുതേ. ആക്സലറേഷൻ എപ്പോഴും -9.8. അത് അപ്വേർഡ് പോയാൽ -9.8, താഴോട്ട് വന്നാലും -9.8. വെലോസിറ്റി ഇങ്ങനെ മാഗ്നിറ്റ്യൂഡ് കുറയുകയും കൂടുകയും ചെയ്യും. ആക്സലറേഷൻ എപ്പോഴും മൈനസ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അർത്ഥം യൂണിഫോം. സോ ആക്സലറേഷൻ ഈസ് യൂണിഫോം, വെലോസിറ്റി ഈസ് ചേഞ്ചിങ്. വെലോസിറ്റി യൂണിഫോംലി ചേഞ്ചിങ്. വെലോസിറ്റി ഒരേപോലെ ഇങ്ങനെ ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് ആക്സലറേഷൻ എന്താണ്? യൂണിഫോം. ആക്സലറേഷൻ എപ്പോഴും -9.8. പിന്നെ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ ഞാൻ പറഞ്ഞു. ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങനെയാണ്? ഡൗൺവേർഡ്. ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഡൗൺവേർഡ്. നെഗറ്റീവ് വൈ ആക്സിസ് ഡൗൺവേർഡാണ്. ഓക്കെ, അങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് വെലോസിറ്റി 0 ആകുന്ന ബോഡിക്ക്, ഒരു ബോഡീൻ്റെ വെലോസിറ്റി 0 ആയാൽ എപ്പോഴും ആക്സലറേഷൻ 0 ആകണമെന്നുണ്ടോ? വെലോസിറ്റി 0 ആയാൽ ആക്സലറേഷൻ 0 ആവാം. പക്ഷേ വെലോസിറ്റി 0 ആയാൽ എപ്പോഴും ആക്സലറേഷൻ 0 ആകണമെന്നുണ്ടോ? അതിനില്ല. ഈ കേസാണ്. ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ വെർട്ടിക്കലായിട്ട് പ്രൊജക്റ്റ് ചെയ്തു. വെലോസിറ്റിൻ്റെ കാര്യം നമ്മളെന്താ പറഞ്ഞത്?
വെലോസിറ്റി കുറഞ്ഞ് വെലോസിറ്റി എന്തായി? 0 ആയി. വെലോസിറ്റി കുറഞ്ഞ് 0 ആയി. വെലോസിറ്റി കുറഞ്ഞ് 0 ആയി. ഏത് പോയിന്റിൽ? ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആയി. വെലോസിറ്റി 0 ആയി. പക്ഷേ ആക്സലറേഷൻ 0 ആണോ? അല്ല. ആക്സലറേഷനെ പറ്റി ഞാൻ എന്താ പറഞ്ഞത്? ആക്സലറേഷൻ ഓരോ പോയിന്റിലും വെലോസിറ്റി ഇങ്ങനെ ചേഞ്ച് ചെയ്യും. ആക്സലറേഷൻ ഓരോ പോയിന്റിലും എത്രയാണ്? ആക്സലറേഷൻ ഓരോ പോയിന്റിലും -9.8 ആണ്. അതുപോലെ ഹയസ്റ്റ് പോയിന്റിലും ആക്സലറേഷൻ -9.8 ആണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും വെലോസിറ്റി 0 ആയാലും എങ്ങനെയാണ് ആക്സലറേഷൻ എങ്ങനെയാണ്? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ? ഇൻസ്റ്റൻറ്റ് ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ? അപ്പോൾ തൊട്ട് മുന്നേ നിങ്ങളൊരു പോയിന്റ് എടുക്കുക. തൊട്ട് മുന്നേ ഒരു പോയിന്റ്, ഈ പോയിന്റിൽ വെലോസിറ്റി ഉണ്ട്. ഈ പോയിന്റിൽ നിന്ന് ആ പോയിന്റിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആയി. അപ്പോൾ വെലോസിറ്റി കുറഞ്ഞ് ഈ പോയിന്റിൽ ഒരു വെലോസിറ്റി ഉണ്ട്. ഇവിടുന്ന് അവിടെ എത്തുമ്പോൾ 0 ആയി. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള, അപ്പോൾ ഇവിടെ വെലോസിറ്റി ഉണ്ട്, ഇവിടെ 0. അപ്പോൾ രണ്ട് പോയിന്റ് തമ്മിലുള്ള ചേഞ്ച് എടുക്കുക. ഈ രണ്ട് പോയിന്റ്, ഇവിടെ വെലോസിറ്റി ഉണ്ടാവും, ഇവിടെ 0 ആണ്. അങ്ങനെ ഓരോ പോയിന്റ് ഇവിടെയും തമ്മിലൊരു ചേഞ്ച് ഉണ്ടാവും. വെലോസിറ്റി V1, ഇവിടെ V2. വെലോസിറ്റി തമ്മിലുള്ള ചേഞ്ച് എടുക്കുക. അങ്ങനെ ഓരോ രണ്ട് പോയിന്റ് എടുക്കുമ്പോൾ അവർ തമ്മിൽ ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ച് ബൈ ടൈം. അങ്ങനെയാണ് ആക്സലറേഷൻ കാണുക. അങ്ങനെ കണ്ടിട്ടാണ് നമുക്ക് -9.8 കിട്ടിയത്. ഇതിനെ ഡിനോട്ട് ചെയ്യാം -g എന്ന് ഡിനോട്ട് ചെയ്യും. ഇതിൻ്റെ പേര് ആക്സലറേഷൻ -g ആണ്. അത് അപ്വേർഡ് മോഷനിലും ഡൗൺവേർഡ് മോഷനിലും -g ആണ്. ഓർമ്മിക്കുക, നെക്സ്റ്റ് ക്ലാസ്സിൽ വേണ്ടതാണ്. ഓക്കെ, -g ആണ്. അപ്പോൾ ആക്സലറേഷൻ എപ്പോഴും -g ആണ്. അപ്വേർഡിലും ഡൗൺവേർഡിലും. അപ്പോൾ ഹയസ്റ്റ് പോയിന്റ് എന്താ സംഭവിക്കുന്നത്? ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി ഡിക്രീസ് ചെയ്ത് 0 ആയി. വെലോസിറ്റി 0 ആയി. പക്ഷേ ഹയസ്റ്റ് പോയിന്റിലും ആക്സലറേഷൻ എത്രയാ? -g. അങ്ങനെ ഓരോ പോയിന്റിലും ആക്സലറേഷൻ എത്രയാ? -g. വെലോസിറ്റി ഈസ് ചേഞ്ചിങ് ബട്ട് ആക്സലറേഷൻ ഈസ് ഓൾവേസ് -g. ആക്സലറേഷൻ എല്ലാ പോയിന്റിലും -g. ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് പോയിന്റിലെത്തിയാൽ വെലോസിറ്റി 0 ബട്ട് ആക്സലറേഷൻ ഈസ് -g. അപ്പോൾ വെലോസിറ്റി 0 ആണ്. പക്ഷേ എന്തുണ്ട്? ആക്സലറേഷൻ ഉണ്ട്, -g ആണ്. അപ്പോൾ വെലോസിറ്റി 0 ആയാൽ എന്തുണ്ടാകാം? ആക്സലറേഷൻ ഉണ്ടാകാം. അതിന് എക്സാമ്പിളാണ് ഒരു ബോഡീനെ പ്രൊജക്റ്റ് ചെയ്താൽ ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ബട്ട് ആക്സലറേഷൻ ഈസ് -g. ഓക്കെ, ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമുക്ക് അടുത്ത ക്ലാസ് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നോക്കി വരിക. പിന്നെ അടുത്ത ക്ലാസ്സിൽ ഇപ്പോൾ നെക്സ്റ്റ് ക്ലാസ് അടുത്ത 2 ക്ലാസ് കൊണ്ട് നമുക്ക് പിന്നെ നിങ്ങൾക്ക് മാത്സിൻ്റെ ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് മുന്നേ ഒരു 2-3 ക്ലാസ് മുന്നേ പറഞ്ഞിരുന്നു, മാത്സിൽ ഡിഫറൻഷിയേഷൻ ഇൻ്റഗ്രേഷൻ ബേസിക് ക്ലാസ് കിട്ടിയിട്ടില്ലേ? അതൊന്ന് നന്നായിട്ട് നോക്കി വരണേ. അതൊരു 2 ക്ലാസ് 1-2 ക്ലാസ് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം വരും. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാനുണ്ട്, ഇൻ്റഗ്രേഷനും ഡിഫറൻഷിയേഷനും. അതും നന്നായിട്ടൊന്ന് നോക്കണം, മാത്സിൻ്റെ ബേസിക് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.